എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി മേരി ജോർജ്, ലൈഫ് കോച്ച് ആൻഡ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണർ. നമ്മുടെ കണ്ണുനീര് കാണാനായിട്ട് നമ്മുടെ ചുറ്റിലുമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതിനുവേണ്ടി അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയാൽ അവിടെ നിങ്ങൾ സാധാരണയായിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുമോ? പാവങ്ങൾ കഷ്ടപ്പെട്ട് ശ്രമിക്കുകയല്ലേ, എന്നാൽ പിന്നെ അവരെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാം അല്ലേ? അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ, കുറേ നാളായില്ലേ അത് തുടങ്ങിയിട്ട്, നമുക്കിനി ആ രീതി ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ആ കരച്ചിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ ആളുകളുടെയൊക്കെ ഇരയായിട്ട് ഇനി എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറല്ല എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ശക്തമായ ഒരു തീരുമാനം നമുക്ക് നിർത്താലോ? അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ചിലരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം അവരാണ്. ഈ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ആളുകളെയൊക്കെ ഒന്ന് വിശദമായിട്ട് വിലയിരുത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അധികം ഒന്നും പ്രതികരിക്കാത്ത, അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതിരുന്ന വെറും പാവങ്ങളായിട്ടുള്ള ആളുകളായിരുന്നു ഇവരെല്ലാവരും തന്നെ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് പരിചയപ്പെട്ട ഒരു 35-കാരി അവളുടെ സ്വന്തം അനുഭവം എന്നോട് പറഞ്ഞു. വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും അധ്യാപകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ സ്നേഹവും പരിഗണനയും അഭിനന്ദനങ്ങളും ഒക്കെ മാത്രം കിട്ടി വന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു അവള്. അവള് വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെയും ഇതൊക്കെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ അവിടേക്ക് ചെന്ന് കയറിയത്. പക്ഷേ അവിടുത്തെ സ്ഥിതി അതൊന്നും ആയിരുന്നില്ല. സംഗീതം പഠിക്കണമെന്ന ആഗ്രഹവുമായി ചെന്ന് കയറിയത് സിംഹത്തിന്റെ മടയിലായിരുന്നു എന്ന മോഹൻലാലിന്റെ ഡയലോഗ് പോലെ സിംഹത്തിന്റെ മടയിലേക്ക് ചെന്ന് കയറിയ ഒരു മാൻകുട്ടിയുടെ അവസ്ഥയായിരുന്നു അവളുടേത്. കാരണം നല്ല വാക്കുകളും പെരുമാറ്റവും സ്നേഹവും പരിഗണനയും ഒക്കെ പ്രതീക്ഷിച്ച് ചെന്ന അവളെ അവിടെ കാത്തിരുന്നത് അവളെ കുറ്റപ്പെടുത്താനും കുത്തി നോവിക്കാനുമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടുമോ എന്ന് നോക്കി ഭൂതക്കണ്ണാടിയും പിടിച്ചിരിക്കുന്ന കുറച്ച് ആളുകളായിരുന്നു. തമാശയാണ് എന്ന ഭാവത്തിൽ അവളെയും അവളുടെ വീട്ടുകാരെയും കുത്തുവാക്കുകൾ പറയാനായിട്ട് എപ്പോഴും തയ്യാറായിട്ടിരിക്കുന്ന അമ്മായി അച്ഛൻ. അത് ചെറിയ കാര്യങ്ങൾ മുതൽ ഇങ്ങനെ ലെവല് കൂടി കൂടി പോയിക്കൊണ്ടിരുന്നു. അവളുടെ ചെറിയ മകൻ ഇതെന്താണ് ഇവിടുത്തെ അപ്പൂപ്പൻ എപ്പോഴും അമ്മയെയും അമ്മയുടെ വീട്ടുകാരെയും പറ്റി മോശമായി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവളോട് ചോദിക്കുന്ന ഒരു സ്ഥിതി വരെ എത്തി ഇത്തരം തമാശ നിറഞ്ഞ കുത്തുവാക്കുകൾ. ഇനി അമ്മായി അമ്മയിലേക്ക് വന്നാൽ, അമ്മായി അച്ഛൻ തമാശയുടെ ആളാണെങ്കിൽ അമ്മായി അമ്മയുടെ ഭാവം അതൊന്നുമല്ല, വേറെയാണ്. ഒന്നുകിൽ അവളെ ചാടിക്കടിക്കാനായിട്ട് ചെല്ലും. ഇനി അതല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ അധികാരി, മരുമകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ താഴെ നിൽക്കേണ്ടവളാണ് എന്നുള്ള ഒരു അഹങ്കാര ഭാവമായിരിക്കും അവരുടെ മുഖത്ത്. ഇനി അതുമല്ലെങ്കിൽ ഞാനാണ് മരുമകളെക്കാൾ വലിയവളെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിക്കാനായിട്ടുള്ള കുത്തുവാക്കുകളും അപമാനങ്ങളും ഒക്കെ ആയിരിക്കും. ജീവിതത്തിൽ ഒരിടത്തു നിന്നും ഒരിക്കൽ പോലും കുത്തുവാക്കുകൾ ഒന്നും തന്നെ കേട്ട് യാതൊരു ശീലവും ഇല്ലാതിരുന്ന ആ പെൺകുട്ടിക്ക് ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അതിനെ മുതലെടുത്ത് അവര് ഇത്തരം കാര്യങ്ങൾ പക്ഷെ കൂടിയ ഡിഗ്രിയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതെല്ലാം പക്ഷെ അവളെ മാനസികമായിട്ട് വല്ലാതെ ബാധിച്ചു. അവള് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരഞ്ഞുകൊണ്ടിരുന്നു. ഒന്നോ രണ്ടോ സാഹചര്യങ്ങളിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ നിയന്ത്രണം വിട്ട് അവൾ പൊട്ടിത്തെറിച്ചു. അവളുടെ കണ്ണു നിറയിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശ പോലെയായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പോലും അവളെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള തമാശ പ്രകടനങ്ങൾ ഇങ്ങനെ കുറേ വർഷങ്ങൾ തുടർന്നുപോയി. അവരോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തിൽ കൂടുതലായെങ്കിലും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും അല്ലാതെ ഒരു നല്ല വാക്ക് പോലും അവരിൽ നിന്ന് കേൾക്കാനുള്ള ഒരു ഭാഗ്യം അവൾക്കുണ്ടായില്ല. അവളോടുള്ള അവരുടെ പെരുമാറ്റത്തിൽ യാതൊരു വ്യത്യാസവും വന്നതുമില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ എല്ലാ പരിധിയും ലംഘിച്ചു കഴിഞ്ഞപ്പോൾ, അവൾക്ക് ഇതെല്ലാം സഹിച്ച് മതിയായപ്പോൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ മുകളിൽ പറഞ്ഞതുപോലെ ഒരു തീരുമാനം അങ്ങെടുത്തു. ഇനി ഇതിനൊന്ന് നിന്നു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഇന്ന് അവൾ വളരെ സന്തോഷത്തോടു കൂടി അവളുടെ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട അനുഭവമൊന്നുമല്ല. എന്നോട് സംസാരിച്ച കുറേ അധികം ആളുകൾ ഇതിനോട് സമാനമായ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ഒരു വീട്ടിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ഇങ്ങനെ പാവങ്ങളായി മിണ്ടാതെ ഇരിക്കുന്ന ആളുകൾക്കായിരുന്നു.
ഞാൻ കൂടുതലായും കേൾക്കുന്ന അനുഭവങ്ങളിൽ നിന്നും ഒരു സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളിൽ മാത്രമല്ല, ജോലി സ്ഥലത്തും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഒക്കെ ഇതുപോലെ പാവങ്ങളായിട്ടിരിക്കുന്ന ആളുകൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളെ മറ്റുള്ള ആളുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും മാനസികമായിട്ട് വേദനിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചതിന്റെ നിരവധി അനുഭവങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ ഇരയാക്കാനായിട്ട് മറ്റുള്ള ആളുകൾക്ക് ശ്രമിക്കാം. അത് അവരുടെ സ്വാതന്ത്ര്യം, അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. പക്ഷേ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഇനി ഇതിനൊക്കെ ഞാൻ നിന്ന് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അത് നമ്മുടെ മാത്രം നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. കാരണം നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ അതിനുള്ള പ്ലാനുകളുമായിട്ട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരികയുള്ളൂ. നമ്മൾ സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കണം എന്ന് പറയാറില്ലേ? നമുക്ക് ആരെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ആരുടെയും തലയിൽ കയറാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ആരെങ്കിലും ഇങ്ങോട്ട് തലയിൽ കയറാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അവിടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവതാളത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ അവിടെ വിഷമിച്ചും കരഞ്ഞുമൊക്കെ ജീവിതം വെറുതെ പാഴാക്കി കളയാതെ ആ പഴഞ്ചൻ പാവം സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി മനസ്സിലെ ആ ഓവർ സോഫ്റ്റ്നെസ് ഒക്കെ തൽക്കാലം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു ശക്തമായ തീരുമാനം മനസ്സിലങ്ങെടുത്തേക്കുക. അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. എല്ലാവർക്കും വിജയാശംസകൾ.